നമസ്കാരം. സമുദായ സംഘടനകൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന NSS-SNDP ഐക്യനീക്കത്തിന് അന്ത്യം. SNDPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിൽ നിന്ന് നായർ സർവീസ് സൊസൈറ്റി ഔദ്യോഗികമായി പിന്മാറി. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് ഈ സുപ്രധാന തീരുമാനമെടുത്തത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം എന്ന സംഘടനയുടെ പാരമ്പര്യ നയം കർശനമായി തുടരാനും യോഗം നിശ്ചയിച്ചു. NSSും SNDPയും ഒന്നിച്ച് നീങ്ങാനുള്ള സാധ്യതകൾ സജീവമായിരുന്നു. എന്നാൽ SNDP നേതൃത്വം കൈക്കൊള്ളുന്ന ചില രാഷ്ട്രീയ നിലപാടുകളോടും മുന്നണി ബന്ധങ്ങളോടും NSS നേതൃത്വത്തിന് യോജിക്കാനാവില്ലെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമുദായത്തിന്റെ അന്തസ്സും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയ നിരപേക്ഷമായ നിലപാടാണ് ഉചിതമെന്ന് ഡയറക്ടർ ബോർഡ് വിലയിരുത്തി. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ മുന്നണിയുമായോ ചേർന്ന് നിൽക്കുന്നത് സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുമെന്ന ആശങ്കയും യോഗത്തിൽ ഉയർന്നു. SNDP ഉണ്ടാക്കിയ പാർട്ടിയാണ് BDJS. അത് BJPക്കൊപ്പമാണ്. അതുകൊണ്ടാണ് NSS പിന്മാറുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ NSSന്റെ ഈ പിന്മാറ്റം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയ ചേരിക്കൊപ്പം നിൽക്കുന്നതിന് പകരം സമുദായത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ പിന്തുണയ്ക്കുക എന്നതാകും ഇനിയുള്ള രീതി. സമദൂരത്തിൽ നിന്ന് മാറ്റമില്ലെന്നും ഏതു മുന്നണി ഭരണത്തിലായാലും നായർ സമുദായത്തിന്റെ നീതിപൂർവമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമ്മർദ്ദശക്തിയായി തുടരുമെന്നും G. സുകുമാരൻ നായരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വ്യക്തമാക്കി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന സംസ്ഥാനത്തെ രണ്ട് പ്രബല സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് വലിയൊരു വോട്ട് ബാങ്ക് രൂപീകരണത്തിന് വഴിയൊരുക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഈ NSSന്റെ പിന്മാറ്റത്തോടെ ആ ആശങ്കയ്ക്ക് തൽക്കാലം വിരാമമായിരിക്കുകയാണ്. ഐക്യനീക്കത്തെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾക്ക് NSS നേതൃത്വത്തിന്റെ ഈ തീരുമാനം അപ്രതീക്ഷിത തിരിച്ചടിയായി. കോൺഗ്രസിന് ഈ തീരുമാനം വലിയ ആശ്വാസമാണ്. NSSും SNDPയും അടുക്കുന്നത് CPMന് വേണ്ടിയാണെന്ന പ്രചാരണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ആശ്വാസമാണ് ഈ തീരുമാനം. നേരത്തെ കൊച്ചിയിൽ SNDP യോഗം കണിയന്നൂർ യൂണിയൻ പരിപാടിയിൽ വെള്ളാപ്പള്ളിയുടെ സംഭാഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് NSS നേതൃത്വമായിട്ടുള്ള ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മാറ്റമായിരുന്നു. NSS നേതൃത്വമായി മുമ്പുണ്ടായിരുന്ന അകൽച്ച ഇപ്പോൾ ഇല്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. G. സുകുമാരൻ നായർ കസുകമായിരുന്നപ്പോൾ താൻ അദ്ദേഹത്തെ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തിയിരുന്നുവെന്നും പഴയ രീതിയിലുള്ള ഒരു അകൽച്ച ഇപ്പോൾ ഇരു വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. NSSും SNDPയും ഒന്നിച്ചു നിൽക്കണമെന്നും അതിനായി പെരുന്നയിലേക്ക് വരുമെന്നും അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. NSSനെയും SNDPയും തമ്മിൽ തല്ലിച്ചത് UDF ആണെന്നും അദ്ദേഹം അന്ന് ആരോപണം ഉന്നയിച്ചു. അതേസമയം വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അന്ന് വ്യക്തമാക്കിയത്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനായി വെള്ളാപ്പള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ NSS നേതൃത്വം അത് ഗൗരവമായി ആലോചിക്കുമെന്നും ഐക്യത്തിനുള്ള തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ NSS പിന്മാറിയിരിക്കുന്നത്. 89 വയസ്സുള്ള മുതിർന്ന സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് ഭൂഷണമല്ല. വെള്ളാപ്പള്ളിയുടെ പ്രായത്തെ ബഹുമാനിക്കണമെന്നും അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ ജാഗ്രത പാലിക്കണമെന്നും സുകുമാരൻ നായർ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതെല്ലാം തന്നെ NSSും SNDPയും ഐക്യപ്പെടുകയാണെന്നുള്ള സൂചനകളായിരുന്നു നൽകിയത്. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളെയും സുകുമാരൻ നായർ പരിഹസിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ കാറ് കാണാത്ത ആളാണോ എന്ന് ചോദിച്ച അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും വ്യക്തമാക്കിയിരുന്നു. വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നവർ അദ്ദേഹം കണ്ടത്ര കാറുകൾ കണ്ടിട്ടുണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും LDF സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും മൃദു സമീപനം സ്വീകരിക്കാറുണ്ട്. എന്നാൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സർക്കാരിന്റെ പല നയങ്ങളെയും പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലും മുന്നോക്ക സംവരണ വിഷയത്തിലും കടുത്ത രീതിയിൽ എതിർക്കാറുണ്ട്. ഈ രാഷ്ട്രീയ വൈരുദ്ധ്യം ഇരു സംഘടനകളും തമ്മിലുള്ള അകൽച്ചയ്ക്കും പ്രധാന കാരണമായിരുന്നു. അടുത്ത കാലത്താണ് NSS സർക്കാരുമായി അടുക്കുകയും അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയെ അയക്കുകയും ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% സംവരണം നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ NSS സ്വാഗതം ചെയ്തപ്പോൾ ഇത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവരുന്നതാണെന്ന നിലപാടായിരുന്നു SNDP സ്വീകരിച്ചത്. ജാതി സെൻസസ് വേണമെന്ന SNDPയുടെ ആവശ്യത്തെ NSS ശക്തമായി എതിർക്കുകയും ചെയ്തു. ജാതി സെൻസസ് സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്നതാണെന്നായിരുന്നു NSSന്റെ വാദം. നേരത്തെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടിക്കാഴ്ച നടത്തി ഐക്യനീക്കം ശക്തമാക്കിയിരുന്നു. എന്നാൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഭൂരിഭാഗം പേരും സാമുദായിക ഐക്യനീക്കത്തെ എതിർക്കുകയായിരുന്നു. ഇതിനൊപ്പം സുകുമാരൻ നായരും ഐക്യം വേണ്ടെന്ന നിലപാട് ശരിവെച്ചതോടെയാണ് തീരുമാനമായത്. സുകുമാരൻ നായരുടെ കൂടി അംഗീകാരത്തോടെയാണ് ഐക്യനീക്കത്തിൽ നിന്നുള്ള NSSന്റെ പിന്മാറ്റം. ഡയറക്ടർ ബോർഡിന്റെ അറിയിപ്പിൽ ഒപ്പുവെച്ചിട്ടുള്ളതും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെയാണ്. സാമുദായിക ഐക്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് NSSന്റെ പിന്മാറ്റം.